അങ്ങനെ ദേ എൻ്റെ നിലുപ്പെണ്ണിന് 1 വയസ്സായിട്ടോ. 1 വയസ്സെന്ന് പറഞ്ഞാൽ പോലെ ഇപ്പം ഏകദേശം ആൾ നടക്കുകയല്ല, ഓടിത്തുടങ്ങി. 1.5 വയസ്സായിട്ടുണ്ട് ഇപ്പം. ഏകദേശം ഒരു 6 മാസം വൈകിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ പോട്ടെ. അപ്പോൾ അതേ നമ്മൾ പിറന്നാൾ ദിവസം രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് അവളെ കൊണ്ട് തൊഴിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ ദേ ഒരു സ്പെഷ്യൽ സദ്യയൊക്കെ ഉണ്ടാക്കി. ഒരു കുഞ്ഞു സദ്യയാണെങ്കിലും എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നീലു ആണെങ്കിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഈ ഒരു ബർത്ത്ഡേൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന ഈ ഒരു ഫംഗ്ഷന് പപ്പയും കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊന്ന് എല്ലാവരെയും വിളിച്ചിട്ട് കുറച്ച് ഗ്രാൻഡായിട്ട് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു പോസ്റ്ററിൻ്റെ ഡിസൈനൊക്കെ ഞാൻ മറ്റേ ക്യാൻവയിൽ ചെയ്തതായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ഡെക്കോറും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് എൻ്റെ ഒരു മേക്കപ്പ് ലുക്ക്. സുന്ദരിയാണ് കേട്ടോ ഇപ്രാവശ്യം എനിക്ക് മുടി കെട്ടി തന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അതൊരു ഫ്രോക്കായിരുന്നു. ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാട്ടോ, ക്ലോത്ത് എടുത്തിട്ട്. നീലും ഏട്ടനും ഒക്കെ ഇതേ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാവരും എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി നമുക്ക് ടൈം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു 7 മണി 8 മണി ആ ഒരു റേഞ്ചിലാണ് കേക്ക് കട്ടിങ്ങിന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞുപെണ്ണ് കണ്ടില്ലേ, നല്ല ചുന്ദരിയായിട്ട് വന്നിരിക്കുന്നത്. ഭയങ്കര പ്രിൻസസ് ലുക്കായിരുന്നു കേട്ടോ ആൾക്ക്. അവളാണെങ്കിൽ ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് നെർവസായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾ ഓക്കെ ആയിട്ട്. അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ ഫ്രണ്ട്സൊക്കെയാണ്, അമ്മയുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്, ചേച്ചിമാരൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കൂടെയുള്ള ഫങ്ഷൻസൊക്കെ ഭയങ്കര രസമല്ലേ. നമ്മളെ മാത്രം അറിയണം, നമ്മുടെ ഫാമിലീസ്, നമ്മുടെ ഫ്രണ്ട്സ്, കസിൻസ് എല്ലാവരും ഒരുമിച്ച് കിട്ടുന്നത് ഇങ്ങനത്തെ ഓരോ ഫങ്ഷൻസൊക്കെ വരുമ്പോഴാണ്. അപ്പം ഞങ്ങളും മാക്സിമം അത് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാറുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് കഥകളൊക്കെ ഈ ഒരു മൊമെൻറ്റിൽ ഈ ഒരു ദിവസം കേട്ടോ പറയണ്ടാവും. പക്ഷെ ഞാൻ അന്ന് ഭയങ്കര ബിസി ആയിരുന്നു. ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അതുപോലെ തന്നെ നിലവിൻ്റെ കൂടെ ഓടലും ഒക്കെ ആയിട്ട്. പക്ഷേ എല്ലാവരും ഇങ്ങനെ വന്നിട്ടുള്ള ഞങ്ങളുടെ തറവാട്ടിലെ പരിപാടികളൊക്കെ എനിക്ക് ഇപ്പോഴും ഞാൻ മിസ് ചെയ്യും കേട്ടോ. അപ്പോൾ കൊച്ചിയിലിരിക്കുമ്പോഴും അവിടെ ഒരു പരിപാടി നടക്കുമ്പോഴും റിലേറ്റീവ്സ് വരുമ്പോഴൊക്കെ ഞാനത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ കുറച്ചധികം വലിയൊരു തറവാടാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ഈ കേക്ക് നമ്മൾ അടുത്തുള്ളൊരു ചേച്ചിനെ കൊണ്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ആ ഡിസൈനും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ നീലുവിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡെക്കറേഷനൊക്കെ നമ്മുടെ തന്നെ ഒരു ഐഡിയ ആണ്. എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും അന്ന് നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ചേച്ചിയുടെ അനിയനും അതുപോലെ തന്നെ അമ്മയാണ് കേട്ടോ. നമ്മൾ പിന്നെ ഓരോ ഫോട്ടോ സെഷനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫുഡ് അപ്പോഴേക്കും ഒരു ഭാഗത്ത് വിളമ്പി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് എൻ്റെ ചില്ലിപ്പെണ്ണ്, എൻ്റെ അച്ചമ്മയാണ്. അച്ചമ്മ ഭയങ്കര ഫോട്ടോജനിക്കാണ്. ഭയങ്കര ക്യൂട്ടായിട്ട് പ്ലസൻ്റ് ആയിട്ടാണ് കേട്ടോ ഫോട്ടോയിലൊക്കെ പോസ് ചെയ്യാറുള്ളത്. ഇതെൻ്റെ ചേച്ചിമാർ, അമ്മയും അതുപോലെ തന്നെ ഇത് ചേച്ചിയും ചേച്ചിയുടെ ഫാമിലിയൊക്കെയാണ്. ഇതാണ് എൻ്റെ അച്ചമ്മയുടെ മക്കൾ. ഞങ്ങൾ ഈ ഒരു ഫ്രെയിം എടുത്തപ്പോൾ അച്ചമ്മേനെയും കൂടെ വിളിച്ചെടുത്ത് ആഡ് ചെയ്ത് നമ്മൾ ആ ഒരു ഫ്രെയിം അങ്ങോട്ട് ഫുള്ളാക്കി കേട്ടോ. ഞങ്ങൾക്ക് സാധാരണ ഒരുപാട് ഫാമിലി പ്രോഗ്രാംസ് വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫ്രെയിം കിട്ടാറില്ല. കാരണം ഒന്നുകിൽ പപ്പ ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ വലിയച്ഛ ഗൾഫിലായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനൊരു ഫ്രെയിം കിട്ടാറില്ല കേട്ടോ. എൻ്റെ അമ്മ ഇത് 4 ആങ്ങളമാരുടെ ഒരേ ഒരു പെങ്ങളായിട്ട് അമ്മയോട് ഭയങ്കര ചിരിച്ച് പ്ലസൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയുടെ ഫ്രണ്ട്സൊക്കെയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഇത് എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ലാസ്റ്റ് നമ്മൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മുമ്പിൽ ഇതേ ഇരിക്കുന്നത് ആദി ചേച്ചിയും ശ്രീതാട്ടനും ശ്രീയേട്ടൻ്റെ ഏട്ടനും ഏടത്തമ്മയാണ് കേട്ടോ. ശ്രീകുട്ടിക്ക് അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ അന്ന് ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എന്തായാലും നന്നായിട്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ ഓടിയതൊക്കെ അല്ലേ. ഏകദേശം എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. പിന്നെ എല്ലാവരും ഇതേ ടാറ്റ ബൈ ബൈ വരണം പോയിട്ടോ. അപ്പോഴേക്കും ക്ഷീണിച്ചൊരു വിധമായിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കിടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് എന്തോ എൻ്റെ ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോഴാണ് ഗൈസ് നമ്മളിവിടെ അൺബോക്സിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിലുവിനേക്കാൾ ഈ ഒരു ഐറ്റം ഇഷ്ടമായത് ആർക്കെന്നറിയോ? എൻ്റെ അച്ഛമ്മയ്ക്കാണ് കേട്ടോ. അച്ഛമ്മ അതിൽ കയറി ഇരുന്നിട്ട് ഫുൾ ഹോട്ടലും അടിപൊളിയായിട്ട് ആളത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ആ ബെല്ലൈക്കൻ ഒന്ന് അടിക്കുക കേട്ടോ. അപ്പോൾ നീല് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഗിഫ്റ്റൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ വിട്ടുപോയി ഞാൻ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. ഗൈസ്, ബൈ.